ഞങ്ങൾക്ക് ഇത് സ്പോട്ട് ചെയ്യും. കുട്ടികളുടെ ഇമാജിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യും, അത് ആക്ട് ചെയ്ത് കാണിക്കുന്ന സ്പോട്ടിൽ. കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതല്ല, അതിവിപുലമായ വിസ്മയകരമായ ഭാവനാശേഷിയാണ് അവർക്കുള്ളത്. നമ്മൾ അന്ന് വിട്ടു. കാരണം നമ്മൾ വിചാരിക്കുന്ന ട്രാക്കിലായിരിക്കില്ല കുട്ടി ചിന്തിക്കുന്നത്. അവരുടെ ഭാവനയുടെ സഞ്ചാരം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പാതയിലേക്കായിരിക്കും. നമ്മൾ അവരുടെ അവസരം കൊടുത്താൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കുട്ടികൾക്ക് വളരെയധികം അവസരമുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായാലും ഞാൻ മലയാള വിഷയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കലാപരമായിട്ടുള്ള പ്രകടനങ്ങളുടെ അവസരമാണ്. ഇപ്പോൾ ഒരു കവിത പഠിപ്പിച്ചു, കഥ പഠിപ്പിച്ചു, അതിന് ദൃശ്യാവിഷ്കാരം നടത്താം. ആ കവിതയുടെ ആശയത്തെ അല്ലെങ്കിൽ അതിന്റെ വാങ്മയ ചിത്രത്തെ ക്യാൻവാസിലേക്ക് പകർത്താൻ പറയാം, ചിത്രരചനയിലേക്ക് മാറ്റാൻ പറയാം, ഒരു കവിതയെ കുറിച്ച് ചിത്രവായന നടത്താൻ പറയാം. ഇവിടെ പല ക്ലാസ്സുകളുടെ കുട്ടികളായിരിക്കും ഇരിക്കുന്നത്. ആ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന വാക്കുകൾ എന്തെല്ലാമുണ്ടോ, നാളെ ഒരു പാഠം നാടകമാക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു മോണാക്റ്റാക്കാൻ ഒക്കെ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. വളരെ രസകരമാണ്. ഇപ്പൊ പഠനം കുട്ടികൾക്ക് രസകരമാണ്, ആയാസമല്ല. അപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രന്ഥശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, മുമ്പ് ഞാൻ ഇതിനെ പോലെ പങ്കെടുത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതിൽ പോലും ഈ ശ്രീ ജ്ഞാനോദയ സമയ ഗ്രന്ഥശാല നിരന്തരമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലാപരമായ വിജ്ഞാനപരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിയിലാണ്. ഇത് ചുമ്മാ പോയിട്ട് പറയുന്നതല്ല കേട്ടോ. കാര്യം പത്രമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ചിത്രങ്ങൾ വരാറുണ്ട്. ഇതിന്റെ എനിക്കൊന്ന് ഇതിന്റെ സെക്രട്ടറി ശ്രീനാഥിന്റെയൊക്കെ നേതൃത്വം